കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന് BJP-യെ മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് പിണറായി വിജയൻ. കോൺഗ്രസിൽ നിന്നും മുൻ മുഖ്യമന്ത്രിമാരായ AK ആന്റണി, K കരുണാകരൻ തുടങ്ങിയ അധികായരുടെ മക്കളെപ്പോലും ഈസിയായി കൊണ്ടുപോയ BJP-ക്ക് CPM-ൽ നിന്നും അത്തരത്തിലാരെയും ലഭിക്കില്ലെന്നും മനസ്സിലാക്കി കൊടുത്തിരിക്കുകയാണ് കേരളത്തിൽ ദീർഘകാലമായി CPM-നെ കെട്ടുറപ്പോടെ നയിക്കുന്ന പിണറായി. CPM-ന്റെ മുൻ MLA-യെ BJP-യിലെത്തിക്കാനുള്ള BJP-യുടെ ശ്രമമാണ് പിണറായി തകർത്തത്. ദേവികുളം മുൻ MLA S രാജേന്ദ്രൻ CPM-ൽ ഉറച്ചു നിൽക്കും. മുതിർന്ന നേതാക്കൾ നടത്തിയ ചർച്ചയ്ക്കൊടുവിൽ LDF തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ S രാജേന്ദ്രൻ പങ്കെടുത്തു. ഇതോടെ രാജേന്ദ്രൻ വീണ്ടും പാർട്ടിയിൽ സജീവമാകുമെന്നുറപ്പായി. ഒപ്പം BJP-യിലേക്ക് നീങ്ങുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കും വിരാമമാകുന്നു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട S രാജേന്ദ്രന് ഇനി പാർട്ടി അംഗത്വം പുതുക്കി നൽകും. ഇതിന് രാജേന്ദ്രൻ അപേക്ഷ നൽകും. മുൻപുണ്ടായിരുന്ന പദവിയെല്ലാം തിരികെ നൽകും. മൂന്നാറിൽ നടന്ന LDF ദേവികുളം നിയോജക മണ്ഡലം കൺവെൻഷനിലാണ് S രാജേന്ദ്രൻ പങ്കെടുത്തത്. LDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമാകാനും തീരുമാനിച്ചതായാണ് സൂചന. MM മണിയും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസും രാജേന്ദ്രന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയിരുന്നു. എല്ലാം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഇതിനൊടുവിലാണ് ധാരണയിൽ എത്തിയിരിക്കുന്നത്. പാർട്ടിയുമായി സഹകരിച്ച് മുന്നോട്ടു പോകണമെങ്കിൽ ചില നിബന്ധനകൾ S രാജേന്ദ്രൻ നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു. പ്രാദേശിക ഘടകത്തിലെ നേതൃസ്ഥാനമടക്കമാണ് രാജേന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധ്യമായതെല്ലാം തിരികെ നൽകാമെന്ന് ധാരണയായിട്ടുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഇടപെടലാണ് നിർണായകമായത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അനുകൂലിച്ചു. സർക്കാരിൽ നൽകാനാവുന്ന പദവി ഏതെങ്കിലും ഉണ്ടോ എന്നും പരിഗണിക്കും. CPM-ൽ നിന്നും ആരും BJP-യിലേക്ക് പോകാതിരിക്കാനുള്ള കരുതലാണിതെല്ലാം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ A രാജയ്ക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് കണ്ടെത്തിയതോടെയാണ് S രാജേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. പിന്നീട് ഇദ്ദേഹത്തെ തിരിച്ചെടുത്തിരുന്നില്ല. ഇതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ BJP-യിലേക്ക് നീങ്ങുന്നുവെന്ന സൂചന S രാജേന്ദ്രൻ തന്നെ നൽകുകയായിരുന്നു. ഇതോടെയാണ് ഇദ്ദേഹവുമായി ചർച്ചയ്ക്ക് പാർട്ടി തയ്യാറായത്. ഇടുക്കിയിൽ രാജേന്ദ്രനെ കൂടെ കൂട്ടി ഒരു സർജിക്കൽ സ്ട്രൈക്കാണ് BJP പദ്ധതിയിട്ടത്. ഇടുക്കി ജില്ലയുടെ മലയോരങ്ങളിൽ സ്വാധീനമുള്ള മറ്റ് പാർട്ടി നേതാക്കളെ അടർത്തിയെടുക്കാൻ കുറച്ചുനാളായി BJP ശ്രമിച്ചു വരികയാണ്. പത്മജ വേണുഗോപാൽ BJP-യിൽ ചേർന്നത് ചൂടേറിയ ചർച്ചയായതിനു തൊട്ടു പിന്നാലെ രാജേന്ദ്രനെയും BJP ചാക്കിടാൻ ശ്രമിച്ചുവെന്ന വിവരം CPM നേതൃത്വത്തെ ഞെട്ടിച്ചു. വിവരം രാജേന്ദ്രൻ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു.